അതായത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക. അത് നമുക്ക് വേണമെങ്കിൽ എർത്ത് 3.0 എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഞാൻ കൂടുതലായിട്ടും വായിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും ഇതൊരു ആൾക്കാർക്കൊരു പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നാലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പറയാം. ഒരേ സമയത്ത് ഒരു മൾട്ടിവേഴ്സിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട്. അതായത് എർത്ത് 1.0 മുതൽ എർത്ത് 4.0 വരെ, അതായത് ഏറ്റവും ആവറേജ് ലെവലിലുള്ള സിവിലൈസേഷൻ ഭൂമിയിലുമുണ്ട്. എന്നാൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു സിവിലൈസേഷനും ഉണ്ട്. അതായത് 4 ടൈപ്പ് സിവിലൈസേഷൻ ഓൾറെഡി ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോകുകയാണ്. അതായത് ഫ്രം ദ ബിലീവേഴ്സ്, ആ ബിലീവേഴ്സ് എന്ന് പറയുന്ന വിശ്വാസികളിൽ നിന്ന് സീക്കേഴ്സ് എന്ന് പറയുന്ന, അത് അന്വേഷകർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഡിസൈപ്പിൾസ്, അല്ലെങ്കിൽ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ടെത്തി അന്വേഷിച്ച കാര്യങ്ങളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന ആൾക്കാരും. നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈസ് ഓൾ അബൌട്ട് ലീഡേഴ്സ്. വി ക്യാൻ കോൾ ദം ആസ് സെർവന്റ് ലീഡേഴ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു 4 തരത്തിലുള്ള ഒരു ക്രമീകരണം ഭൂമിയിൽ ഓൾറെഡി ഉണ്ടോ എന്ന് തന്നെ ഞാൻ സംശയിച്ചു പോയി. എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കാറ്റഗറിയെ തന്നെ എടുക്കും. ഈ 96% ആളുകൾ എന്ന് പറയുന്ന ഒരു വിശ്വാസികൾ, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം സത്യമാണെന്നും യാഥാർത്ഥ്യമാണെന്നും എന്നും നിലനിൽക്കുന്നതാണെന്നുള്ള ധാരണയുടെ പുറത്ത് ജീവിക്കുന്നവരാണ്.